സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾച്ചേർത്തുകൊണ്ടാണ് സർക്കാർ മേഖലയിൽ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സർക്കാരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് IT അനുബന്ധ വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന നൽകിയതെങ്കിൽ ഈ സർക്കാർ റോബോട്ടിക് വിദ്യാഭ്യാസത്തിലേക്കാണ് കടന്നിട്ടുള്ളതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ പ്രദേശത്ത് വിവിധ തലമുറകൾക്ക് വിദ്യ അഭ്യസിക്കുവാനുള്ള സൗകര്യമൊരുക്കിയ വിദ്യാലയമാണ്. 1920കളുടെ തുടക്കത്തിലുണ്ടായിരുന്ന എഴുത്തുപള്ളിക്കൂടം 1924 മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുത്ത് എലിമെന്ററി സ്കൂളാക്കി ഉയർത്തിയതോടെയാണ് അത്തോളി സ്കൂളിന്റെ ചരിത്രം തുടങ്ങുന്നതെന്ന് നാം മനസ്സിലാക്കിയതാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 2 വർഷത്തിനകം ഹയർ എലിമെന്ററി സ്കൂളായി ഈ സ്കൂൾ ഉയർത്തപ്പെട്ടു. 1957 ഈ വിദ്യാലയം സെക്കൻഡറി തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പുതിയ തലമുറയെ കൂടി ചരിത്രമൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. മികച്ച ക്ലാസ് മുറികളും ഡിജിറ്റൽ പഠന സൗകര്യമുള്ള സ്കൂളായി ഈ സ്കൂൾ ഇന്ന് വളർന്നു കഴിഞ്ഞു. മറ്റ് ഏതൊരു സ്കൂളിനും മാതൃകയാക്കാവുന്ന ലൈബ്രറി സംവിധാനവും ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്പൂർണ്ണ ക്ലാസ് ലൈബ്രറി സംവിധാനമടക്കം വളരെ വിശാല കാഴ്ചപ്പാടോടുകൂടി സ്കൂളിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പഠന മേഖലയിലും പാഠ്യേതര മേഖലയിലും മിടുക്കരായ വിദ്യാർത്ഥികളെ ഈ സ്കൂളിന് സംഭാവന ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഈ സ്കൂളിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഈ 8.5 വർഷത്തിനിടയിൽ ഉണ്ടായ അത്ഭുതകരമായ മാറ്റമാണ്. 5 കോടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെട്ട 71 സ്കൂൾ കെട്ടിടങ്ങളും 3 കോടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെട്ട 127 സ്കൂൾ കെട്ടിടങ്ങളും 1 കോടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെട്ട 188 സ്കൂൾ കെട്ടിടങ്ങളും ഉൾപ്പെടെ ആകെ ഈ സംസ്ഥാനത്തെ 386 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം മാത്രം ഈ 3.5 വർഷത്തിനിടയിൽ പൂർത്തിയാക്കി. നിർമ്മിതി ബുദ്ധി സിലബസിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഹൈസ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാണ്. ഹൈസ്കൂൾ മുതലുള്ള 80,000 അധ്യാപകർക്ക് നിർമ്മിതി ബുദ്ധിയിൽ പരിശീലനം നൽകി വരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ 7, 9, 10 ക്ലാസുകളിലെ ICT പാഠപുസ്തകത്തിൽ നിർമ്മിതി ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ പാഠ്യവിഷയമായി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. കാപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ് മുഖ്യാതിഥിയായി. കൺസ്യൂമർ ഫെഡ് ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ M. മെഹബൂബ് ഉപഹാര സമർപ്പണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ KK മീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അത്തോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK റിജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനീഷ് നടുവിലയിൽ, കാപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധാ കാപ്പിൽ, PTA പ്രസിഡന്റ് സന്ദീപ് കുമാർ, VHC പ്രിൻസിപ്പൽ ഫൈസൽ KP, പ്രധാന അധ്യാപിക സുനു VR, MPTA പ്രസിഡന്റ് ശാന്തി മാവീട്ടിൽ, സ്റ്റാഫ് സെക്രട്ടറി ജാസ്മിൻ ക്രിസ്ബൽ, ബിന്ദു രാജൻ, KM മണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ACV ന്യൂസ് കോഴി.